പാതിവില തട്ടിപ്പ് ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണനെതിരെ കേസെടുത്തു. പാതിവില തട്ടിപ്പിൽ ബി.ജെ.പി. നേതാവ് എൻ രാധാകൃഷ്ണനെതിരെ പോലീസ് കേസെടുത്തു. പണം വാങ്ങിയിട്ട് സ്കൂട്ടർ നൽകിയില്ലെന്ന പരാതിയിലാണ് കേസ്. തൃക്കാക്കര പോലീസാണ് കേസെടുത്തത്. എൻ രാധാകൃഷ്ണനെ കൂടാതെ ബി.ജെ.പി. നേതാക്കളായ സുമേഷ്, രൂപേഷ് മേനോൻ, കെ.ടി. ബിനീഷ് എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തു. പാതിവിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി 2 വർഷമായിട്ടും വാഹനമോ പണമോ നൽകിയില്ലെന്നാണ് പരാതി. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം നിരവധി പരാതികൾ ഉയർന്നിരുന്നു. തിരുവനന്തപുരത്ത് യുവാക്കളെ ഇടിച്ചു തെറിപ്പിച്ചത് നടൻ മണിയൻപിള്ള രാജുവിന്റെ കാർ. വാഹനത്തിന്റെ RC ഓണറുടെ പേര് സുധീർ കുമാർ എന്നാണ്. മണിയൻപിള്ള രാജുവിന്റെ യഥാർത്ഥ പേരാണ് സുധീർ കുമാർ. അപകടത്തിന് ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു. ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടമുണ്ടായത്. അപകടത്തിൽ 2 യുവാക്കൾക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഇവർ ആശുപത്രി ചികിത്സയിലാണ്. വി.ഡി. സതീശൻ നയിക്കുന്ന UDFന്റെ പുതുയുഗയാത്രയ്ക്ക് ഇന്ന് തുടക്കം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന UDFന്റെ പുതുയുഗയാത്രയ്ക്ക് ഇന്ന് കാസർഗോട്ട് തുടക്കമാകും. കുമ്പളയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP യാത്ര ഉദ്ഘാടനം ചെയ്യും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിലേറ്റുകയാണ് യാത്രയുടെ ലക്ഷ്യം. ഇടത് സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ തുറന്നുകാട്ടുക, UDFന്റെ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാൻ തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പുതുയുഗയാത്ര. കാറിന് തീ കൊളുത്തി കുടുംബത്തോടൊപ്പം ജീവനെടുക്കാൻ ശ്രമം, ഗൃഹനാഥൻ മരിച്ചു. വയനാട് മാനന്തവാടിയിലെ എരുമത്തെരുവിൽ കാറിൽ തീ കൊളുത്തി കുടുംബത്തിന്റെ ആത്മഹത്യാ ശ്രമം. സംഭവത്തിൽ കണ്ണൂർ തലശ്ശേരി സ്വദേശി 42-കാരനായ സജീർ മരിച്ചു. പൊള്ളലേറ്റ ഭാര്യ നജമുന്നീസ ആശുപത്രി ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 11:30യോടെയായിരുന്നു സംഭവം. ഫയർഫോഴ്സ് എത്തി തീയണച്ചാണ് സജീറിന്റെ മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും SITയുടെ മുന്നിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന ജാമ്യവ്യവസ്ഥ പ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാകുന്നത്. അതേസമയം തന്ത്രിയുടെ ജാമ്യഹർജി എതിർത്തുകൊണ്ടുള്ള SITയുടെ റിപ്പോർട്ട് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകും. തിങ്കളാഴ്ചയാണ് ഹർജിയിൽ വാദം കേൾക്കുക.